നാരായണ നാരായണ നാരായണ. ഓം ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 14-ാമത്തെ അധ്യായം ഗുണത്രയ വിഭാഗ യോഗം. അതിൻ്റെ മൂലശ്ലോകവും അതിൻ്റെ അർത്ഥവും പാരായണം ചെയ്യണം. തുടർന്ന് ഞാൻ എഴുതിയതായിട്ടുള്ള പരിഭാഷ അതും പാരായണം ചെയ്യണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ശ്രീ പരമാത്മനേ നമ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 14 ഗുണത്രയ വിഭാഗയോഗം. ശ്രീ ഭഗവാനുവാച. ഓം പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അറിവുകളിൽ വെച്ച് പരമമായ അറിവ് വീണ്ടും ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അർജുനനോട് പറയാണ്, ഏതൊരറിവ് നേടിയാണോ സത്യ അന്വേഷികൾ ഈ സംസാരത്തിൽ നിന്നും പരമമുക്തിയെ പ്രാപിച്ചിട്ടുള്ളത്, ആ അറിവാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗത സർഗേപി നോപജായന്തേ പ്രളയേ ന വ്യഥന്തി ച. ഈ ജ്ഞാനം മനസ്സിലാക്കി ആശ്രയിച്ച് എൻ്റെ അവസ്ഥയെ പ്രാപിച്ചവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ജനിക്കുന്നില്ല, പ്രളയകാലത്തിൽ ദുഃഖിക്കുന്നുമില്ല. മമ യോനിർ മഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരതാം. അല്ലയോ അർജുന, എൻ്റെ മഹത്തായിട്ടുള്ള ബ്രഹ്മരൂപമാകുന്ന മൂലപ്രകൃതി, ശബ്ദബ്രഹ്മം അല്ലെങ്കിൽ വിരാട് രൂപം, സമസ്ത ഭൂതങ്ങളുടെയും ഗർഭസ്ഥാനമാകുന്നു. വിശ്വപ്രാണനായിട്ടുള്ള ഞാൻ ആ ഗർഭത്തിൽ ബീജം എന്നതുപോലെ വർത്തിക്കുന്നു, താമസിക്കുന്നു, വസിക്കുന്നു. ഈ സമസ്ത ചരാചരങ്ങളുടെയും ആവിർഭാവം ബീജരൂപനായിട്ടുള്ള എന്നിൽ നിന്നാണ് എന്ന് നീ അറിയൂ. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തി യാ താസാം ബ്രഹ്മ മഹദ്യോനിഃ അഹം ബീജപ്രദഃ. ഹരേ ഗുരുപ്പ. താസാം ബ്രഹ്മ മഹദ്യോനിഃ അഹം ബീജപ്രദഃ പിതാ. അല്ലയോ കൗന്ദേയ, ഏതേത് പ്രകാരത്തിലുള്ള ദേഹങ്ങൾ സ്വീകരിച്ചാലും ആ സ്വീകരിച്ചതായിട്ടുള്ള ദേഹത്തെ സ്വീകരിച്ചായിട്ടുള്ള ഈ ജീവൻ, ആ ജീവികൾ എവിടെ നിന്നാണോ ആവിർഭവിക്കുന്നത് അവയ്ക്കെല്ലാം മൂലകാരണം ബ്രഹ്മമായിട്ടുള്ള ഞാൻ തന്നെയാണ്. ഞാൻ ബീജം പ്രദാനം ചെയ്യുന്ന പിതാവാണ്. അഹം ബീജപ്രദഃ പിതാ. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഹേ മഹാബാഹോ, സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നും രൂപം പ്രാപിച്ചിട്ടുള്ളവയാണ്. അനശ്വരനായുള്ള ദേഹിയെ ഇവ ദേഹവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പ്രകൃതിയിലേക്ക് ഭഗവാൻ ഈ ത്രിഗുണങ്ങളെ പ്രവേശിപ്പിച്ച് നാനാത്വത്തെ കാണിക്കുന്നു എന്ന് സാരം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘാം. അല്ലയോ പാപരഹിതനായിട്ടുള്ള അർജുന, ഇവയിൽ സത്വഗുണം നിർമ്മലമായതിനാൽ ആത്മജ്യോതിസ് കൂടുതൽ പ്രകാശിപ്പിക്കുന്നതും വികാരരഹിതവുമാണ്. ഈ സത്വഗുണം ആത്മസുഖം അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹം മൂലവും വസ്തു സാക്ഷാത്കാരം പൂർണ്ണമാകണമെന്നുള്ള ആഗ്രഹം നിമിത്തവും ജീവനെ ബന്ധിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ മറയ്ക്കുന്നു. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. ഹേ കൗന്ദേയ, രാഗാത്മകമായിട്ടുള്ള രജോ ഗുണം കാമത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് അറിയുക. ഇത് ജീവാത്മാവിനെ കർമ്മങ്ങളും ഫലവുമായിട്ട് ബന്ധിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ആഗ്രഹാദി കാര്യങ്ങൾ, അത് നേടാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ കൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ, അതിലുള്ള ആസക്തി, ഇതാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത്, മരിക്കേണ്ടി വരുന്നത്.
ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമദ ആലസ്യ നിദ്രാദേ തന്നിബധ്നാതി ഭാരതാം. അല്ലയോ അർജുന, എല്ലാ ജീവജാലങ്ങളെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള തമോ ഗുണം ജ്ഞാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇപ്പോൾ മോഹിപ്പിക്കുന്നത് സാധാരണഗതിയിൽ തമോ ഗുണമാണ്. അതുണ്ടാകുന്നത് അതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് എന്നതാണ് ഭഗവാൻ പറഞ്ഞത്. അജ്ഞാനത്തിൽ നിന്നും ജനിച്ചതായിട്ടുള്ള ഈ തമോ ഗുണം ജീവനെ പ്രമാദം, ആലസ്യം, നിദ്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഇവിടെ ബന്ധിക്കുകയാണ്, കെട്ടിയിടുകയാണ് എന്ന് സാരം. അപ്പോൾ ഇത് കുറച്ച് ജ്ഞാനം ഉണ്ടെങ്കിലാണ് ഈ അജ്ഞാനം കൂടി വരൂ എന്നതാണ്. സത്വം സുഖേ സഞ്ജയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമ പ്രമാദേ സഞ്ജയത്യുതാം. അല്ലയോ അർജുന, സത്വഗുണം സുഖത്തിലും രജസ് കർമാനുഷ്ഠാനത്തിലും ജീവനെ ബദ്ധമാക്കുന്നു. തമസാകട്ടെ ജ്ഞാനത്തെ ആവരണം ചെയ്ത് പ്രമാദത്തിൽ സംഘബദ്ധമാക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ത്രിഗുണങ്ങളെയും മറികടന്ന് ശുദ്ധസത്വത്തിലെത്തിയാലാണ് മോക്ഷത്തിനുള്ള അർഹത കിട്ടൂ എന്ന് പറയാൻ കാരണം. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. അല്ലയോ അർജുന, സത്വഗുണം രജസ്സിനെയും തമസ്സിനെയും കീഴ്പ്പെടുത്തി, രജോ ഗുണം സത്വത്തിനെയും തമസ്സിനെയും കീഴ്പ്പെടുത്തി, തമോ ഗുണം സത്വത്തെയും രജസ്സിനെയും കീഴ്പ്പെടുത്തി പ്രബലമായി ഭവിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരിലും ഉള്ള ഈ സ്വഭാവ വ്യത്യാസത്തെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്, കാണുന്നത് എന്ന് സാരം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാൽ വിവൃദ്ധം സത്വമിത്യുതാം. ഈ ശരീരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും അന്ധകരണത്തിലും അറിവിൻ്റെ പ്രകാശം വ്യാപിപ്പിക്കുന്നത് അത് അനുഭവപ്പെടുമ്പോൾ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് അറിയണം. അതായത് വിശകലന ബുദ്ധി യഥാർത്ഥത്തിൽ ഉണ്ടാവണമെങ്കിൽ സാത്വിക ഗുണം കൂടുതലുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമ സ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതഋഷഭ. അല്ലയോ അർജുന, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ധനസമ്പാദനത്തിനുള്ള തൃഷ്ണ, സമ്പാദിക്കാനുള്ള തൃഷ്ണ, അതിപ്പോൾ ധനം മാത്രമായിക്കൊള്ളുന്നില്ല, മറ്റുള്ളതൊക്കെ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ കുറച്ചും കൂടി അധികം നമ്മൾ കൂട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്രവൃത്തി, പിന്നെ കർമ്മത്തിൻ്റെ ഒരു ആരംഭം, കർമ്മം ചെയ്യൽ, ഇതുമൂലം ഒരു അസ്വസ്ഥത, പിന്നെ എന്തെങ്കിലുമൊക്കെ കർമ്മത്തിൻ്റെ ഫലം കിട്ടും, അതിലുള്ള ആസക്തി, ഇവ ഉണ്ടാകുന്നു. ഇത് രജോ ഗുണം ഉണ്ടാവണ്ട, രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ്. ഇനി അത് തമോ ഗുണമായിട്ട് മാറും. അപ്രകാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹയവച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. തമസ് വർദ്ധിക്കുമ്പോൾ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും മങ്ങുന്നു. ഇതുമൂലം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പതനം, എന്തു ചെയ്യണമെന്ന നിശ്ചയമില്ലാത്ത പരിഭ്രമം, ഇതെല്ലാം സംഭവിക്കുന്നു. ഒരു പണിയെടുക്കാതെ കണ്ടിങ്ങനെ ധനം സമ്പാദിച്ചു കൊണ്ടിരിക്കുക. അതെങ്ങനെ സമ്പാദിക്കുന്നു? മറ്റുള്ളവരാൽ കൊടുക്കപ്പെടുന്നു. അതിനെന്തെങ്കിലും ചില ഈ കെട്ടുപാടുകൾ ഉണ്ടാവും, കൊടുക്കേണ്ടി വരികയാണ് ഈ കൊടുക്കുന്നയാൾക്ക്. അത് ഒരു പക്ഷേ ഭയന്നിട്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്നിട്ട് അതിൽ സുഖിക്കുകയാണ് ഈ തമോ ഗുണി. അത് എത്ര വലിയൊരു ആപത്തിലാണ് ചെന്ന് ചാടുക എന്നുള്ളത് അറിയണില്ല. യത് അസത്വേ പ്രവൃദ്ധേതു പ്രളയം യാതിദേഹഭൃത് തതോത്തമവിധാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഈ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് മരിക്കുന്നതെങ്കിൽ ആ ദേഹി സത്യം അറിയുന്നവരുടെ പരിശുദ്ധങ്ങളായിട്ടുള്ള ലോകങ്ങളെ പ്രാപിക്കുന്നു. സ്വർഗം തൊട്ടുള്ള മുകളിലേക്ക്, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, വൈകുണ്ഠം, ഇങ്ങനെ ക്രമത്തിൽ മുകളിലേക്ക് പോകുന്നു എന്ന് സാരം. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായതേ തഥാ പ്രളീനസ്തമസി മൂഢയോനിഷു ജായതേ. രജസ് വർദ്ധിക്കുമ്പോഴാണ് ദേഹം ഉപേക്ഷിക്കുന്നത് എങ്കിൽ, ഈ ജീവൻ മരിച്ചു പോകുന്നത് എങ്കിൽ കർമ്മത്തിൽ ആസക്തി പൂണ്ടവരുടെ ലോകത്ത് ജനിക്കുന്നു. അതുപോലെ തമസിലാണ് മരണമെങ്കിൽ വിവേകം തീരെയില്ലാത്ത മൂഢയോനികളിലാണ് പ്രവേശിക്കുക. അപ്പോൾ പാമ്പായിട്ടോ പക്ഷിയായിട്ടോ
പശുവർഗമായിട്ടോ ചിലപ്പോൾ വരും. തമോ ഗുണികൾ സസ്യജാലങ്ങളൊക്കെ ആയിട്ട് വരും. അതല്ലൊക്കെ ആസുര രാക്ഷസ അങ്ങനെയൊക്കെയില്ലേ, ഇങ്ങനെ വരിക. അതല്ലെങ്കിൽ രജോ ഗുണമെന്ന് വെച്ചാൽ മർത്യ. അസുരരും മനുഷ്യരും സ്വതേ രജോ ഗുണികളാണെന്നാണ് പറയുക. ദേവഗണങ്ങളൊക്കെ സ്വതേ സാത്വിക ഗുണം ആണ്, അങ്ങനെ വരിക. ഇനി കർമ്മണ സ്വകൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഫലം. ഇനി പുണ്യകർമ്മങ്ങളുടെ ഫലം സാത്വികം, അത് നിർമ്മലവും ആണ്. രാജസകർമ്മത്തിൻ്റെ ഫലം ദുഃഖം, താമസപ്രവർത്തികളുടെ ഫലം അവിവേകം. സത്വാൽ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭയേവച പ്രമാദമോഹൗ തമസോ ഭവതോ ജ്ഞാനമേവച. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം സംജാതമാകുന്നു, രജസ്സിൽ നിന്ന് ലോഭം നിശ്ചയമാണ്, പ്രമാദവും മോഹവും അജ്ഞാനവും തമസിൽ നിന്ന് ജനിക്കുന്നു. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഘന്യഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ജീവൻ ഉയർന്ന ലോകങ്ങളിലേക്ക്, ഊർധ്വലോകങ്ങളിലേക്ക് ഗമിക്കുന്നു. രജസ്വഭാവമുള്ളവർ മധ്യലോകത്തിൽ വെച്ചാൽ ഭൂമിയിൽ നിലകൊള്ളുന്നു. തമോ ഗുണമുള്ളവർ പ്രമാദം, നിദ്ര, ആലസ്യം തുടങ്ങിയ അധമ ഗുണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അധോലോകങ്ങളെ, ഈ രസാതലം, പാതാളം അങ്ങനെയുള്ള ലോകങ്ങളെ പ്രാപിക്കുന്നു. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. ഗുണങ്ങളിൽ നിന്നും അന്യമായിട്ടുള്ളൊരു കർത്താവിനെ കാണാതിരിക്കുകയും ഗുണങ്ങൾക്ക് അതീതനായ പരമാത്മാവിനെ എന്നെ തന്നെ തത്വത്തിൽ അറിയുകയും ചെയ്യുന്നയാൾ എൻ്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു. അത് ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്കും മീതെ ഉള്ള ഒരു സ്ഥാനമാണ്. അങ്ങനെ നിർഗുണഭക്തി ചെയ്ത് ശീലിക്കുന്ന ഒരു ഭക്തൻ ആ ശരീരത്തെ വിടുകയാണെങ്കിൽ ആ ജീവൻ ഭഗവാങ്കൽ എത്തിച്ചേരുന്നു. ഗുണാനേതാനതീത്യ ത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യു ജരാദുഃഖൈ വിമുക്തോ മൃതമശ്നുതേ. ദേഹത്തിൻ്റെ ഉദ്ഭവകാരണമായിട്ടുള്ള ഗുണങ്ങൾക്ക് അതീതനായിട്ട് ജനനമരണ ജരാദുഃഖങ്ങളിൽ നിന്ന് മുക്തനായിട്ട് അതിൽ നിന്ന് ജീവാത്മാവ് അമൃതത്വത്തെ അനുഭവിക്കുന്നു. അതാണ് നിർഗുണഭക്തിയുടെ ഗുണം. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്താൻ ത്രീൻ ഗുണാൻ അതിവർത്തതേ. അപ്പം അർജുനൻ പറഞ്ഞു, ഭഗവാനെ, ഈ ഗുണങ്ങളെ അതിക്രമിച്ചയാളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? മനുഷ്യന് ഈ 3 ഗുണങ്ങൾക്ക് അതീതനാകാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഭഗവാൻ പറഞ്ഞു, സത്വഗുണത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള പ്രകാശവും രജസ്സിൻ്റെ സ്വരൂപമായിട്ടുള്ള കർമ്മപ്രവണതയും, കർമ്മം ചെയ്യാനുള്ള മോഹം, അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളത്. തമസിൻ്റെ സ്വരൂപമായിട്ടുള്ള മോഹവും ആലസ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകടമാകുമ്പോൾ അവയെ ദ്വേഷിക്കുകയും നിവർത്തിക്കുമ്പോൾ കാക്ഷിക്കുകയും അല്ലെങ്കിൽ ആഗ്രഹിക്കുകയും ചെയ്യാതെ ഉദാസീനവദാസീനോ ഗുണേറിയോ ന വിചാല്യതേ ഗുണാവർത്തന്തൈത്യവ യോ വതിഷ്ഠതി നേങ്കതേ. ഉദാസീനനെ പോലെ വർത്തിച്ചുകൊണ്ട് ഗുണങ്ങളാൽ ചലിക്കപ്പെടാതെ ഗുണങ്ങൾ ഗുണങ്ങളിൽ മാത്രമാണ് വർത്തിക്കുന്നത് എന്നറിഞ്ഞ് പരമാത്മാവിൽ ഏകീഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും ആ സ്ഥിതിയിൽ നിന്നും ഇളകാതിരിക്കുകയും വേണം. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയ പ്രിയോധീര തുല്യനിന്ദ ആത്മസംസ്തുതി. സുഖത്തിലും ദുഃഖത്തിലും മനസ്സിൻ്റെ സമനില കൈവിടാതെ ഇരിക്കുക. ഉറച്ച ആത്മനിഷ്ഠയോടു കൂടിയിട്ട് ഈ കല്ലായാലും മണ്ണായാലും സ്വർണമായാലും തുല്യമായിട്ട് കണക്കാക്കുക. സ്തുതി നിന്ദ ഇതിൽ ഒരേ ഭാവം കണക്കാക്കുക. മിത്രം ശത്രു ഈ വകഭേദം ഉണ്ടാവരുത്, അങ്ങനെ ദ്വന്ദ്വത്തെ കടക്കുക. മാനാപമാനയോ സ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭപരിത്യാഗി ഗുണാതീത സൗച്യതേ. മാനാപമാനം അതിൽ തുല്യഭാവം കണക്കാക്കണം. ശത്രുവിലെ മിത്രത്തിൽ ഭേദഭാവന കാണരുത്.
എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യമിക്കുന്ന സമയത്ത് ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് കർത്തൃത്വഭാവത്തെ ഒഴിവാക്കണം. അങ്ങനെയുള്ള ആൾക്കാണ് ഗുണാതീത ഭാവത്തിലെത്താൻ സാധിക്കുള്ളൂ. മാം ചായോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അചഞ്ചലമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് എന്നെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളെ മറികടക്കാൻ സാധിക്കും, എന്നെ അറിയാൻ സാധിക്കും, ഞാനായിട്ട് മാറാൻ പറ്റും. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യ ഏകാന്തികസ്യ ച. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ബ്രഹ്മത്തിൻ്റെയും അമൃതത്വത്തിൻ്റെയും ശാശ്വതമായുള്ള ധർമ്മത്തിൻ്റെയും അനുബന്ധമായിട്ടുള്ള സുഖത്തിൻ്റെയും ആധാരം ഞാനാണ് എന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പം അതുകൊണ്ട് എന്നെ ആശ്രയിക്കൂ, എൻ്റെ വാക്കുകളെ അനുസരിക്കൂ. ഗുണാതീതനായിട്ട് ഉദാസീന ഭാവത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന അനന്യ ശരണാഗതി സ്വീകരിച്ചുകൊണ്ട് എന്നിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് മുമുക്ഷുഭാവത്തോട് കൂടിയിട്ട് എല്ലാ പ്രവൃത്തികളും ശുശ്രൂഷുവായിക്കൊണ്ട് ചെയ്യൂ. അങ്ങനെയായാൽ ഗുണാതീതനായിട്ട് എന്നിലെത്താൻ സാധിക്കും. ഈ ശുദ്ധസത്വം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വർത്തിക്കുന്നു. ആ എന്നിലേക്ക് തന്നെയാണ് അർജുന അങ്ങ് എത്തിപ്പെടേണ്ടത്. ഇങ്ങനെ ഓം തൽസൽ ഇത് ശ്രീമൽ ഭഗവത്ഗീതയിലെ 14-ാം അധ്യായം സമാപ്തം. ഇനി അതിൻ്റെ പരിഭാഷ ഞാൻ എഴുതിയത് പാരായണം ചെയ്യാം. ശ്രീ ഗുരുവായൂരപ്പ ഇപ്പോൾ 14-ാമത്തെ അധ്യായം, അത് ഗുണത്രയ വിഭാഗയോഗം ആണ്. നമുക്കത് കേൾക്കാം. ഇതിൽ മൂലം 27 ശ്ലോകങ്ങളെ കൊണ്ടാണ് പറഞ്ഞത്. അതെല്ലാം ഈ 32 അക്ഷരങ്ങളുള്ള ശ്ലോക. ഞാൻ 48 അക്ഷരമുള്ള ശ്ലോകമായിട്ട് 36 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചൊരു വ്യാഖ്യാനം വന്നിട്ടുണ്ട് എന്ന് സാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമൽ ഭഗവത്ഗീത ഗീതാപാഠം ഹരിഗീതം അധ്യായം 14 ഗുണത്രയവിഭാഗയോഗം. ഓം ശ്രീ ഭഗവാനുവാച. ഓം ഏതറിഞ്ഞാണോ മഹാഋഷി യോഗികൾ ദേഹബന്ധം വിട്ടുമുക്തി നേടുന്നത്, അങ്ങനെയുള്ള പരം ജ്ഞാനം ചൊല്ലിടാം കേൾക്കണം നീ ലോക തത്വം ഗ്രഹിക്കുവാൻ. ആശ്രയിക്കണം ഈ വിദ്യയെ സാത്വികൻ, എന്നോടു ചേരണം ഞാനായി മാറണം. പിന്നെ ജനിക്കില്ല സൃഷ്ടികാലങ്ങളിൽ, മൃത്യുവുമില്ല പ്രളയകാലങ്ങളിൽ. അർജുന മൂലപ്രകൃതി മഹത്തിൽ ഞാൻ അർജുന മൂലപ്രകൃതി ഹരേ ഗുരുപ്പ. അർജുന മൂലപ്രകൃതി മഹത്തിതിൽ കാണുന്നു ഞാനിതൻ ഉൽപ്പത്തിസ്ഥാനമായി. ജീവജാലങ്ങൾക്കു കാരണബീജം ഞാൻ നിക്ഷേപം ചെയ്യും പലതായി ജനിക്കുവാൻ. ഞാനേകം ബീജങ്ങൾ കാരണമായിടും നാനാതരം ജീവിവർഗമുണ്ടാകുവാൻ. ഉൽപ്പത്തിസ്ഥാനമായി മൂലപ്രകൃതിയും മാതാവായി രക്ഷയും ദുഗ്ധവും നൽകിടും. ഈശ്വരൻ ഞാൻ പിതാ തന്നെ ജഗത്തിന്, യോനിയേതാകിലും സർവഗണത്തിനും. സത്വരജസ്തമസ് ചേർത്തു നിർമ്മിച്ചൊരി മുഗുണമുണ്ടായി പ്രകൃതിയിൽ ആദിയിൽ. ആത്മാവിനെ ഗുണം ബന്ധിക്കും നിശ്ചയം, ദേഹാഭിമാനിയായി സ്വാർത്ഥ ഗുണത്തിനായി. മുഗുണത്തിൽ അതിനിർമ്മലം സാത്വികം, ശാന്തം ശുഭം പ്രകാശിപ്പിക്കും ജീവനെ. ശാന്തം ശുഭം പ്രകാശിപ്പിക്കും ജീവനെ. ആസക്തിയുണ്ടാക്കും ജ്ഞാനത്തെ നേടുവാൻ. നേടും സുഖം നിത്യം ശാശ്വതം ഭക്തനായി. ആഗ്രഹം തൃഷ്ണ രജോ ഗുണി മർത്യന്, സംഘമുണ്ടാക്കുന്നു കർമ്മ സുബദ്ധനായി. ദേഹേന്ദ്രിയ സുഖം മോഹിക്കും ദുർലഭം, ലോഭിയാകും സംഘം കൊണ്ട് അതിസ്വാർത്ഥനായി. ഘോരഭാവത്തിൽ വശത്താകും സർവവും, ആസക്തനായി ഭവമുണ്ണും അവിദ്യവാൻ. അജ്ഞാനിയാകും തമോ ഗുണി മൂഢനായി, തിന്മ ചെയ്യും കക്കും അന്യൻ്റെ സർവവും. ആലസ്യവും മടി ഒപ്പം മറവിയും, ചെയ്യില്ല കർത്തവ്യമെന്നും കടമയായി. തെറ്റിദ്ധരിക്കുന്നു മോഹിതൻ മിഥ്യയെ, സ്വന്തമായി കാണും അനിത്യം പ്രകൃതിയെ. സത്യം സുഖത്തിൽ രജസ് പ്രവൃത്തിയിൽ, ചെയ്യും പ്രമാദമായി എന്നും തമോ ഗുണി. അന്യനെ ദ്രോഹിക്കും ഹിംസ ചെയ്യും സദാ, വാദിക്കും നേടും ബലത്താൽ സുഖം ഖലൻ. കർത്തവ്യം സക്തൻ മറക്കും തമോ ഗുണി, സത്വരജോ ഗുണം തീർത്തും കളഞ്ഞിടും. സത്വഗുണികൾ രജസ്തമസ് വിട്ടിടും, സത്വം തമസ്സും രജോ ഗുണി വിട്ടിടും. ജ്ഞാനം യഥാർത്ഥത്തിൽ നേടിയ സാത്വികർ, ഭോഗം കുറയ്ക്കുന്നു പഞ്ചവിഷയവും. ഈശനർപ്പിച്ചിടും ഇന്ദ്രിയ വൃത്തികൾ, ലോകത്തിനും നന്മ ഇച്ഛിക്കും സാത്വികർ.
ലോഭത്താൽ വീണ്ടും രജോ ഗുണി നേരിടും ഭോഗവസ്തുക്കൾ ധനം സുഖമോഹികൾ ചഞ്ചല ചിത്തരായി ചെയ്യും പ്രവൃത്തികൾ കർമ്മം പുതിയവ വീണ്ടും തുടങ്ങിടും കിട്ടില്ല എന്നും സമാധാനം അർജുന എന്നും രജോ ഗുണമുള്ള നരർക്കിഹ നഷ്ടപ്പെടുത്തും തമോ ഗുണി വിദ്യകൾ ആലസ്യം അശ്രദ്ധ ഒപ്പം ഉറക്കവും നഷ്ടമാക്കും മർത്യജന്മം വിവേകവും ലക്ഷ്യം വിടും ചെയ്യുകില്ല കടമയം സാത്വിക വർധനയുള്ള കാലങ്ങളിൽ മൃത്യു വരിക്കുകിൽ സ്വർഗത്തിലെത്തിടും കൂടുതൽ പുണ്യത്തെ നേടിയ സജ്ജനം സത്യലോകത്തിൽ പ്രവേശിക്കും നിശ്ചയം നിർമ്മല ലോകമാം വൈകുണ്ഠം തന്നിലായി എത്തുന്നു ശുദ്ധസത്വർ കർമ്മം വിട്ടവർ പാരിൽ രജോ ഗുണം വർദ്ധിച്ച വേളയിൽ അന്ത്യം ഭവിച്ചാൽ പുനർജന്മം നേരിടും പാർത്ഥ രജോ ഗുണി കാമിയാണ് സദാ ഇന്ദ്രിയ സൗഖ്യം കൊതിക്കുന്നു കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാൻ വീണ്ടും ജനിച്ചിടും മർത്യലോകത്തിൽ സുഖ ദുഃഖമുണ്ണുവാൻ പക്ഷി മൃഗ മത്സ്യ സാസ്യമായി തീരണം മൃത്യു വരിച്ചാൽ തമോ ഗുണി അർജുന പാരിൽ തമോ ഗുണം വർദ്ധിച്ച വേളയിൽ രാക്ഷസ ജന്മത്തെ തന്നെ വരിക്കണം പുണ്യകർമ്മം ചെയ്താൽ സാത്വിക വൃദ്ധിയും ശുദ്ധമാകും കാലദേശം ജനം ഋതു രാജസ കർമ്മഫലം സദാ ദുഃഖവും ജ്ഞാനനഷ്ടം തമോ വൃത്തി കൊണ്ടും വരും നേടുന്നു ജ്ഞാനവൈരാഗ്യങ്ങൾ സാത്വികർ ലോഭികളാകും രജോ ഗുണികൾ തഥാ ആലസ്യം അജ്ഞാനം ക്രോധവും മൗഢ്യവും ശ്രദ്ധക്കുറവും തമസാൽ മറവിയും സംഭവിക്കുന്നു അതിനാൽ ധനഞ്ജയ പുണ്യലോകം പൂകാൻ സാത്വികരാകണം മർത്യലോകത്തിൽ ജനിക്കും രജോ ഗുണി കർമ്മങ്ങൾ തീർക്കുവാൻ മോഹിതരായി സദാ ഭോഗിക്കുവാൻ മാത്രം ഇച്ഛിക്കും മൂഢരായി രാക്ഷസ തിര്യക്കായി മാറും തമോ ഗുണി ഭാഗ്യത്താൽ ജ്ഞാനം ലഭിച്ച വിവേകികൾ മുഗുണങ്ങൾ വിട്ട് ഭക്തരായി തീർന്നിടും ഞാനിതു ചെയ്തവൻ എന്ന മതം വിടും കർത്തൃത്വബോധം വിടുന്നു സമർപ്പിതൻ മുഗുണത്തിൽ നിന്നുമുണ്ടായി ഇന്ദ്രിയം ഒപ്പം മനസ്സും അതിൻ ഫലമുണ്ണുവാൻ ദേഹേന്ദ്രിയമല്ല ആത്മാംശം ജീവൻ ഞാൻ എന്നതറിയും വിവേകികൾ ജ്ഞാനികൾ മുഗുണം മൂല പ്രകൃതി വിഷയവും ഭേദിച്ച് ഇവരെത്തും എന്നിൽ സുഖികളായി സച്ചിദാനന്ദം അനുഭവിക്കും സദാ ദേഹമുണ്ട് എന്ന് ദുഃഖിതരായിവർ എന്നോടുകൂടെ വസിക്കും സുഖികളായി വീണ്ടും ജനിക്കില്ല സംസാരം തീർക്കയാൽ അർജുനൻ പറഞ്ഞു മുഗുണഭേദത്തെ ചെയ്ത സുകൃതിയെ എങ്ങനെ കണ്ടാൽ അറിയും മഹാപ്രഭോ ആചാരം വൃത്തികൾ ഭക്ഷണം വേഷവും ലക്ഷണം കൊണ്ട് അറിയുമോ അച്യുത സാധാരണക്കാരി മുഗുണമെങ്ങനെ ഇല്ലായ്മ ചെയ്യും പ്രവൃത്തിയാൽ അജ്ഞരായി ഏതു ശരി ഏതു തെറ്റ് എന്നിങ്ങനെ മോഹിതൻ കാലം കഴിക്കുന്നു അജ്ഞരായി ശ്രീ ഭഗവാനുവാച ഓം നൈസർഗികീരതി കൊണ്ടു ഭവിച്ചിടും ജന്മനാൽ തന്നെ ഗുണഭേദമർജുന സത്വഗുണം കൊണ്ട് ജ്ഞാനപ്രകാശവും കർമ്മഠത്വം തന്നെ കാട്ടും രജോ ഗുണി മോഹിതരായി വിപരീതമായി വിദ്യയെ പാഖണ്ഡമാക്കും തമോ ഗുണി മൂഢരായി പക്ഷഭേദം വിട്ട് ദ്വേഷമകന്നവർ കർമ്മവും കർമാതിദോഷവും വിട്ടിടും മുഗുണം വിട്ടാൽ സ്ഥിരചിത്തരായിടും സാത്വികജ്ഞാനികൾ സർവം അറിഞ്ഞിടും ഇന്ദ്രിയങ്ങൾ രജസ്തേടും സുഖിക്കുവാൻ ശബ്ദാദി അഞ്ചും തമോ ഗുണം അജ്ഞരായി കള്ളത്തരം കാട്ടും മാനസം ഇന്ദ്രിയം വഞ്ചിതരായി ഭവമുണ്ണും വിമൂഢരായി ജ്ഞാനി സ്ഥിരപ്രജ്ഞനായി ഭവം വിടും ദുഃഖസുഖങ്ങൾ സമമായി ഭുജിച്ചിടം പ്രാരബ്ധം തീർക്കുന്ന ബ്രഹ്മത്തിലെത്തുവാൻ സ്വർണം ധനം സമം മണ്ണെന്നു കണ്ടിടും ഇല്ല പ്രിയാപ്രിയം നിന്ദാസ്തുതികളും രാഗദ്വേഷാദിയും സത്തസത്തും സഖേ ധൈര്യവാനില്ല ഈ മുഗുണ ചേർച്ചകൾ മാനാവമാനവും ബന്ധുവും ശത്രുവും കർമ്മം ഉപേക്ഷിക്കും ഭോഗവും കാമവും ഭാഗ്യവാൻ യോഗി ഗുണാതീതൻ സർവഥ ബ്രഹ്മത്തിൽ ചിത്തം ഉറപ്പിച്ചവർ സദാ ഭക്തിയോഗം കൊണ്ട് എന്നെ സേവിച്ചിടും ചിത്തം ഉറച്ചവർ അന്യചിന്ത വിടും ബ്രഹ്മത്തിലെത്തുവാൻ അർഹത നേടിടും ഞാൻ തന്നെയാണ് പരബ്രഹ്മം കേശവൻ നിർഗുണൻ നിത്യൻ നിരാമയൻ അവ്യയൻ ശാശ്വതൻ ഏകൻ പ്രകൃതിക്കുനാഥനം സച്ചിദാനന്ദസ്വരൂപിയാം കൃഷ്ണനും ഗീതാപാഠം ഹരിഗീതം ഗുണത്രയവിഭാഗയോഗം അധ്യായം 14 സമാപ്തം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ